എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാണ്. ഒരുപാട് പേർക്ക് അറിയാൻ വയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകുകയും ചെയ്യും. പിന്നെ പഠിച്ച കാര്യം എനിക്ക് വീണ്ടും ഓർക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇന്ന് ഞാൻ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്ന് പറഞ്ഞാൽ വാസ്കോഡ ഗാമയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്ന വർഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1498 മെയ് 20 കോഴിക്കോട് വന്നത്. 1498 മെയ് 20 വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് വന്നത്. രണ്ടാമതായി അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് 1502. രണ്ടാമതായി വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വന്നത് 1502. മൂന്നാമതായി വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് 1502 രണ്ടാമതായിട്ട് വന്നു. മൂന്നാമതായി വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വന്ന വർഷം 1524. അതേ വർഷം തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മൂന്നാമതായി കേരളത്തിലേക്ക് വന്ന വർഷം 1524. അത് കൊച്ചിയിലാണ് വന്നത്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. 1539 ഭൗതിക ശരീരം തിരിച്ച് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിനെ പോർച്ചുഗീസിലെ ഏത് രാജാവാണ് അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വിട്ടതെന്ന് ചോദിച്ചാൽ മാനുവൽ രാജാവാണ്. ഞാൻ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് നാളുകൾക്ക് മുന്നെയാണ് വന്നതെന്ന് ഓർക്കുക. അപ്പം 1900 അല്ല, 70 അല്ല, 80 അല്ല, അങ്ങനെ ഓർക്കുക. അപ്പം നല്ല ബാക്കിലോട്ട് പോകുമ്പോൾ 1498 കോഴിക്കോട് വരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് 1502. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് 1524. ആ വർഷം തന്നെ 1524 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെടുന്നു. ഭൗതിക ശരീരം സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ, കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു. ഭൗതിക ശരീരം അടക്കം ചെയ്തത് പിന്നീട് 1539 തിരിച്ച് പോർച്ചുഗീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം.